ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് വിഭവമാണ് മഷ്റൂം എഗ് നൂഡിൽസ്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് നൂഡിൽസ്. ഈ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി ഫുഡൊന്നുമല്ല, പക്ഷെ അതിങ്ങനെ ഡെയിലി കഴിക്കുന്നതോ പിന്നെ അതിലൊരു മസാല മിക്സ് തരുമല്ലോ, അതൊന്നും ചേർത്ത് കഴിക്കുന്നതൊന്നും നല്ലതല്ല. പക്ഷെ നമുക്ക് ഈ നൂഡിൽസ് ഇടയ്ക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മളതിൽ നല്ല വെജിറ്റബിൾസ് ചേർക്കാം, അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചേർത്തിട്ട് അത് നല്ല ഹെൽത്തി ഫുഡാക്കി മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ കുറേ കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ നൂഡിൽസ് കൊടുക്കുമ്പോൾ ആ നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ കുഴപ്പം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കുറേ പ്രോട്ടീൻസും വിറ്റാമിൻസും ഒക്കെ കുട്ടികളുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും ചെയ്യും. പക്ഷെ അത് നമ്മളൊരു ഡെയിലി ഫുഡാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, വല്ലപ്പോഴൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മഷ്റൂം എഗ് നൂഡിൽസ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അളവ് നോക്കിയിട്ടൊന്നുമല്ല, കുറച്ചധികം വെള്ളം ഒഴിക്കാം. കാരണം നമുക്കിതിൽ നൂഡിൽസ് വേവിച്ചിട്ട് അതിന് ഊറ്റിയെടുക്കണം, അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് ഊറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നൂഡിൽസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ചെറിയ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്, 200 ഗ്രാമിൻ്റെ. എന്നിട്ട് നമ്മളത് വേവിക്കുമ്പോൾ വേവൊന്ന് കുറച്ച് കുറവിൽ എടുക്കുക. കാരണം ഞാനത് പിന്നീട് തണുത്ത വെള്ളത്തിലിടുകയോ ഓയിൽ പുരട്ടി വയ്ക്കുകയോ ചെയ്യുന്നില്ല, പിന്നെ ആ ചൂടുകൊണ്ട് ബാക്കി വേവുക. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വേവിലല്ല, കറക്റ്റ് വേവിനേക്കാളും കുറച്ച് കുറവിൽ ഞാൻ ഊറ്റിയെടുത്തിട്ട് അതൊരു പരന്ന പാത്രത്തിൽ വെച്ച് ഫാൻ ഇട്ടിട്ട് വയ്ക്കും. അങ്ങനെ ചൂടാക്കി എടുക്കും, അപ്പോൾ പാകത്തിന് വേവും. പിന്നെ നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാതെ റിഫൈൻഡ് ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ എള്ളെണ്ണയോ അതിലേതെങ്കിലും പറ്റും, പക്ഷേ നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കരുത്. എന്നിട്ട് നമ്മളതിലേക്ക് ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. ഞാൻ വലിയ പീസാക്കി അരിഞ്ഞിട്ടുണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇനി കൂടെ കഴിക്കാമെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞാൽ മതി. ഇനി പച്ചമുളകും ഒന്ന് വാടിയാൽ നമുക്ക് ഒരു സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോളയൊന്നും ഒരുപാട് മൂത്ത് പോവണ്ട, പക്ഷേ ഒന്ന് വേവണം, ഒന്ന് സോഫ്റ്റ് ആവണം. അതുവരെ നമുക്കിതിങ്ങനെ വഴറ്റി കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ മഷ്റൂം ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് മഷ്റൂം ചേർക്കണം, മഷ്റൂം വേവണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സവോള ഒന്ന് വാടിക്കഴിഞ്ഞാൽ മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂമും ഞാൻ 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്, അത് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇത് മൂടി വെച്ച് വേവിക്കൊന്നും വേണ്ട. ഈ മഷ്റൂം എന്ന് വെച്ചാൽ നിറയെ വെള്ളമാണ്, അപ്പോൾ അത് ആ വെള്ളം ഊറി വരും. എന്നിട്ട് നമുക്കത് ആ വെള്ളത്തിൽ വേവും. പിന്നെ നമ്മളിങ്ങനെ ഇളക്കി ആ വെള്ളം വറ്റിച്ചെടുക്കണം. അല്ലാതെ മൂടി വെച്ച് വേവിച്ചിട്ട് മഷ്റൂം ഇങ്ങനെ കുഴഞ്ഞൊന്നും പോവരുത്. മഷ്റൂം പാകത്തിന് വെന്താൽ മതി. കണ്ടപ്പോൾ മഷ്റൂമിൽ നിന്നാണ് ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത്. മഷ്റൂം പെട്ടെന്ന് വേവും. അപ്പോൾ മഷ്റൂം വെന്തു, 1 മിനിറ്റ് മതി മഷ്റൂം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അതായത് ഇനി നമ്മൾ ചേർക്കുമ്പോൾ അടുത്തത് വേവുള്ളത് ക്യാബേജിനാണ്. അപ്പോൾ ക്യാബേജും ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഇതുപോലെ 1 മിനിറ്റ് ഒന്നും വഴറ്റണ്ട, ഒരു 1/2 മിനിറ്റ് വഴറ്റിയാൽ മതി. അതൊന്ന് വഴന്നാൽ അത് വേവണ്ട കേട്ടോ, അതിൻ്റെ ആ ക്രിസ്പ് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് 2 മുട്ട വെറുതെ അതിലേക്ക് പൊട്ടിച്ച് വെച്ചാൽ മതി. മറ്റേത് ഇങ്ങനെ ഉപ്പിട്ട് ബീറ്റ് ചെയ്തേക്ക് ഒന്നും വേണ്ട, വെറുതെ അതിലേക്ക് പൊട്ടിച്ച്. പിന്നെ നമ്മൾക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം മുട്ട വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സവോളയ്ക്കും മഷ്റൂമിനും മുട്ടയ്ക്കും എല്ലാത്തിനും കൂടി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നൂഡിൽസിൽ ഉപ്പിൻ്റെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നൂഡിൽസിൽ ഓൾറെഡി ആവശ്യത്തിന് ഉപ്പുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നൂഡിൽസിനുള്ള ഉപ്പ് വേണ്ട, ഇതിനുള്ള ഉപ്പ് നമുക്ക് ചേർത്താൽ മതി. പിന്നെ നമ്മൾ സോസുകൾ ചേർക്കുന്നുണ്ടല്ലോ, അതിലും ഉണ്ടാവും ഉപ്പ്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. പിന്നെ നമ്മൾ സോയാ സോസ് 1.5 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തു. അതുപോലെ ചില്ലി സോസ് 2 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്.
പിന്നെ ചില്ലി സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ, പക്ഷേ നമ്മളിനി കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടരുത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ചില്ലി സോസൊക്കെ ചേർക്കുക. ഈ ഗ്രീൻ ചില്ലി സോസിന് കുറച്ച് എരിവ് ഉണ്ടായിരിക്കും, പക്ഷേ റെഡ് ചില്ലി സോസ് ആണെങ്കിൽ കുറച്ചിങ്ങനെ മധുരമായിരിക്കും. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഇടിച്ച മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതും നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പക്ഷേ ഇതെല്ലാം ഇപ്പം ഞാൻ ചേർത്തതെല്ലാം ഒന്ന് പാകാട്ട, എരിവ് ഒട്ടും കൂടുതലല്ല. ഇനി നമ്മൾ ഇതെല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മുളകിൻ്റെ ഒരു പച്ചമണം പോകണം. പിന്നെ കുരുമുളകൊക്കെ അതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ വേവിച്ച് അതേപോലെ വെച്ചതാട്ടോ, പക്ഷേ ഇപ്പോൾ കറക്റ്റ് വേവായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചേർക്കുന്നത് സെലറിയും ക്യാപ്സിക്കവും പിന്നെ ലീക്സുമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ മല്ലിയില പുതിനയില അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാതും കൂടി മിക്സ് ചെയ്തെടുക്കുക. കാരണം ക്യാപ്സിക്കൊന്നും അങ്ങനെ വെന്ത് പോവരുത്, ക്യാപ്സിക്കത്തിൻ്റെ കളറും മാറരുത്, ടേസ്റ്റും മാറരുത്. ഞാൻ ഈ മഞ്ഞയും ചുവപ്പും ക്യാപ്സിക്കം എടുത്തത് അത് കഴിക്കാൻ നല്ല രസമാണ്. പച്ചയിനേക്കാളും നല്ലതാണ് മഞ്ഞയും ചുവപ്പും. അത് വെന്തില്ലെങ്കിലും നമുക്കത് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞയും പച്ചയും ക്യാപ്സിക്കം എടുത്തത്. ഇനി അത് നമ്മൾ ഈ നൂഡിൽസ് ഉണ്ട്, അപ്പോൾ നൂഡിൽസ് ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫോർക്ക് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കയ്യിൽ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഈ മസാലയും നൂഡിൽസും കൂടി അധികം മിക്സ് ആവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി 2 ഫോർക്ക് എടുത്തിട്ട് നമ്മൾ ഈ മസാലയും നൂഡിൽസും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുമ്പോൾ ആ നൂഡിൽസിൽ നമ്മൾ ചേർത്ത മസാലകളെല്ലാതും പൊതിയും. എല്ലാ മസാലകളും ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും വരും. അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടായാലും നമ്മളതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേവ് കൂടാത്തത് കൊണ്ട് നൂഡിൽസ് ഒട്ടി പിടിക്കൊന്നുമില്ല. ഓയിൽ ഒഴിച്ചില്ല എന്ന് വെച്ചിട്ടും കാര്യമില്ല. നമ്മളിങ്ങനെ വേവ് കുറവിലെടുത്തിട്ട് ഫാൻ ഇട്ട് വെക്കണം കേട്ടോ, അതുപോലെ ഇങ്ങനെ വെക്കരുത്, ഫാൻ ഇട്ട് വെക്കണം. അപ്പോൾ ആ ചൂട് ഇങ്ങനെ ആറിനോടൊപ്പം തന്നെ ആ നൂഡിൽസ് പാകത്തിന് വേവും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡിയായി. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ മഷ്റൂം എഗ് നൂഡിൽസ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതിൽ നമ്മുടെ മഷ്റൂം എഗ് നൂഡിൽസ് എന്ന് പറഞ്ഞ് അത് മഷ്റൂം എഗ് ചേർത്തത് കൊണ്ട് ആ പേരിട്ടൊന്നുള്ളൂ. ഇനി നമുക്ക് വെജിറ്റേറിയൻസിന് മുട്ട ഒഴിവാക്കിയിട്ട് വേറെ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാം. ക്യാരറ്റ്, കോളിഫ്ലവർ, ബ്രോക്കോളി, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ നോൺ വെജ് നിർബന്ധമുള്ളവർക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്തെങ്കിലും ബോൺലെസ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെമ്മീൻ, കൂന്തൽ, ഫിഷ് അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷേ ചെമ്മീൻ കൂന്തൽ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം. അതുപോലെ സോസിൽ വ്യത്യാസങ്ങൾ വരുത്താം. അങ്ങനെ നമുക്ക് എന്ത് വ്യത്യാസം വരുത്തിയിട്ട് വേണമെങ്കിലും നൂഡിൽസ് പല രുചിയിൽ കഴിക്കാം. നമുക്കൊരു റെസിപ്പി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം ചിലപ്പോൾ തോന്നും ഇതിന് ഇന്നത് ചേർത്താൽ കുറച്ചും കൂടെ രുചി ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്നത് വേണ്ടിയിരുന്നില്ല. അങ്ങനെ നമ്മുടെ രുചി, ഓരോരുത്തരുടെ നാവിൻ്റെ രുചി ഓരോ തരാണല്ലോ. അപ്പോൾ നമുക്ക് തോന്നും ഇത് വേണ്ടിയിരുന്നില്ല അത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന റെസിപ്പി നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക, അത് നിങ്ങൾ കഴിച്ചു നോക്കുക, അതിൻ്റെ രുചി നിങ്ങൾ അറിയണമല്ലോ. പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതേ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂട്ടലോ കുറയ്ക്കലോ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമായി അത് എന്നോട് പറഞ്ഞിട്ടോ, ഞങ്ങൾ ഇന്നത് ആഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ രുചി ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്കും അത് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും മാറ്റി, ഞാൻ ഒരു പാചകത്തിൻ്റെ രീതിയാണ് ശരിക്കും പറഞ്ഞു തരുന്നത്. അതോടൊപ്പം എൻ്റെ വിഭവത്തിൻ്റെ രുചി നിങ്ങൾ അറിയുകയും വേണം, പക്ഷെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് കൂടുതൽ പുതിയ റെസിപ്പികൾ അതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.